സത്യസന്ധമായ ഒരു കാര്യമാണെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നേ. ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ച് ഞങ്ങളെ കൂടി മോശക്കാരാക്കാനാണോ പ്ലാൻ? പത്ത് മിനിറ്റിനകത്ത് ഡിസ്ചാർജ് ബില്ല് വരും. അതും അടച്ചിട്ട് സ്ഥലം വിടാൻ നോക്ക്. കള്ളമാണെങ്കിൽ എന്താ? റെഡി ക്യാഷ് ആയിട്ടേ 1 ലക്ഷം രൂപയല്ലേ ഞാൻ തന്നേ. അതിന് തന്നേക്ക്. അയ്യോ, അടുത്ത കള്ളോ? ക്യാഷ് തന്നോ? നീ എപ്പോഴടി കൊച്ചെ എനിക്ക് ക്യാഷ് തന്നെ? ഇനിയിപ്പൊ നീ പറയുമല്ലോ ഈ ഹോസ്പിറ്റലിൽ നിന്റെയാന്ന്. ഇങ്ങനെ പറയാൻ വേണ്ടി എനിക്ക് എഴുതി തന്നതാണെന്ന്. കൊള്ളാം എന്തായാലും. കെട്ടും പാണ്ടൊക്കെ എടുത്ത് ഇപ്പൊ ഇറങ്ങാൻ നോക്ക്. രമ്യ, ഒരാളെ കല്യാണം കഴിക്കാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നിനക്ക് രാജുവിനെ ഇഷ്ടമാണെങ്കിൽ രാജുവിന്റെ മനസ്സിൽ നിന്ന് അവന്റെ സ്നേഹം നേടിയെടുക്കാൻ നോക്ക്. അല്ലാതെ സ്വന്തം അമ്മ വരെ ഒരു കോമഡി പീസാക്കി ഇങ്ങനെ കിടത്തിയിട്ടല്ല കല്യാണം കഴിക്കാൻ നോക്കേണ്ട. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നിന്നെ രാജു എങ്ങനെ ഇഷ്ടപ്പെടും? ഭഗവാൻ കൃഷ്ണൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, മാർഗമല്ല പ്രധാനം, ലക്ഷ്യമാണെന്ന്. ആ വാക്കുകൾ കേട്ട് ഏത് മാർഗത്തിൽ കൂടിയും പോകാന്ന് നീ കരുതരുത്. അങ്ങനെ പോയാ ഒരു പക്ഷേ ആ മാർഗത്തില് നിന്നേക്കാൾ ശക്തരായ എതിരാളികൾ ഉണ്ടാവും. ഓ, ചിലപ്പോ നിന്റെ അവസാനവും അവിടെ വെച്ച് തന്നെയായിരിക്കും. നിന്റെ ലക്ഷ്യത്തിലേക്ക് നീ നേരായ മാർഗത്തിൽ പോ. നിനക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ അത് നിനക്ക് തന്നെ കിട്ടും. കിടന്ന് അഭിനയിച്ച് തളർന്നെങ്കിൽ ഇനി കുറച്ചു നേരം ഇരുന്ന് അഭിനയിക്ക്. നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെ. സ്വന്തം മകൾക്ക് ഒരു നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത് നേരായ മാർഗം കാണിച്ചു കൊടുക്ക്.